പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രൊട്ടക്ഷൻ ഫ്രം വീഡ്സ് എന്നുള്ള പോർഷനാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. In a field, many other undesirable plants may grow naturally along with the crop. These undesirable plants are called weeds. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ നടുന്ന ക്രോപ്പിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ പ്ലാന്റ്സ് വളർന്നു വരും അല്ലേ. അത് നാച്ചുറലി വളർന്നു വരുന്ന പ്ലാന്റ്സ് ആണ്. ആ പ്ലാന്റ്സിനെയാണ് നമ്മൾ വീഡ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് ആവശ്യമില്ലാത്ത പ്ലാന്റ് ആണ്. അതിനെ നമ്മൾ വീഡ്സ് എന്ന് പറയും. ദ റിമൂവൽ ഓഫ് വീഡ്സ് ഈസ് കോൾഡ് വീഡിങ്. ഈ വീഡ്സിനെ റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വീഡിങ് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത ഈ പ്ലാന്റിനെ നമ്മൾ എന്ത് ചെയ്യും? പറിച്ച് കളയല്ലേ. നമ്മുടെ വീടുകളിലാണെങ്കിലും ചെടി നട്ടാൽ ആ ചെടിയുടെ ഇടയ്ക്ക് വേറെ ഒത്തിരി ചെടികൾ കിളുത്ത് വരും അല്ലേ. അതിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറിച്ച് കളയല്ലേ. ആ പ്രോസസ്സിനെയാണ് വീഡിങ് എന്ന് പറയുന്നത്. വീഡിങ് ഈസ് നെസസറി സിൻസ് വീഡ്സ് കമ്പീറ്റ് വിത്ത് ദ ക്രോപ്പ് പ്ലാന്റ്സ് ഫോർ വാട്ടർ, ന്യൂട്രിയൻസ്, സ്പേസ് ആൻഡ് ലൈറ്റ്. അപ്പോൾ വീഡിങ് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ്? ഈ വീഡ്സ് ക്രോപ്പിൻ്റെ കൂടെ തന്നെ വാട്ടറിനും ന്യൂട്രിയൻസിനും സ്പേസിനും ലൈറ്റിനും ഒക്കെ വേണ്ടി കോമ്പീറ്റ് ചെയ്യും. ദസ് ദേ അഫക്റ്റ് ദ ഗ്രോത്ത് ഓഫ് ദി ക്രോപ്പ്. അത് നമ്മൾ നട്ടിരിക്കുന്ന ക്രോപ്പിൻ്റെ ഗ്രോത്തിനെ ഇത് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ വീഡ്സിനെ എല്ലാം നശിപ്പിച്ച് കളയും. സം വീഡ്സ് ഇൻ്റർഫിയർ ഈവൻ ഇൻ ഹാർവെസ്റ്റിംഗ് ആൻഡ് മേ ബി പോയിസണസ് ഫോർ ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീയിങ്. ചില വീഡ്സ് ഹാർവെസ്റ്റിങ്ങിൻ്റെ സമയത്ത് പോലും അത് ഇൻ്റർഫിയർ ചെയ്യും. അത് ആനിമൽസിനും ഹ്യൂമൻ ബീയിങ്സിനുമൊക്കെ പോയിസണസ് ആയിട്ടുള്ള ചില വീഡ്സ് ഉണ്ട്. ഫാർമേഴ്സ് അഡോപ്റ്റ് മെനി വേസ് ടു റിമൂവ് വീഡ്സ് ആൻഡ് കൺട്രോൾ ദർ ഗ്രോത്ത്. ഫാർമേഴ്സ് പല വഴികൾ ഈ വീഡ്സിനെ റിമൂവ് ചെയ്യാനും അതിൻ്റെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാനും വേണ്ടിയൊക്കെ പല വഴികൾ സ്വീകരിക്കാറുണ്ട്. Tilling before sowing of crops helps in uprooting and killing of weeds which may then dry up and get mixed with the soil. നമ്മൾ വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് ടില്ലിങ് ചെയ്യുമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചല്ലേ. അതായത് മണ്ണൊക്കെ ലൂസൺ ചെയ്ത് അതിനെ ഇങ്ങനെ തിരിച്ചു മറിച്ചിടും അല്ലേ. ആ സമയത്ത് ഈ വീഡ്സിനെയൊക്കെ അപ്രൂട്ട് ചെയ്യുകയും ആ വീഡ്സിനെയൊക്കെ നശിപ്പിക്കുകയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് പിന്നീട് അവിടെ കിടന്നുണങ്ങിയിട്ട് അത് ആ സോയിലിൻ്റെ കൂടെ തന്നെ അത് മിക്സ് ആവും. The best time for the removal of weeds is before they produce flowers and seeds. അപ്പോൾ ഈ വീഡ്സിനെ റിമൂവ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ സീഡിൽ ഫ്ലവേഴ്സും സീഡ്സും ഒക്കെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഈ വീഡിനെ റിമൂവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഈ സീഡൊക്കെ നമ്മളിതിനെ പറിച്ച് കളഞ്ഞാലും ആ സീഡൊക്കെ അവിടെ കിടന്നിട്ട് വീണ്ടും ആ വീട് കിളുത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. ദ മാനുവൽ റിമൂവൽ ഇൻക്ലൂഡ്സ് ഫിസിക്കൽ റിമൂവൽ ഓഫ് വീഡ്സ് ബൈ അപ്രൂട്ടിംഗ് ഓർ കട്ടിംഗ് ദം ക്ലോസ് ടു ദ ഗ്രൗണ്ട് ഫോർ ടൈം ടു ടൈം. ഇനി നമുക്കിതിനെ എന്ത് ചെയ്യാം? ഇതിനെ ഗ്രൗണ്ടിനോട് ചേർത്ത് വെച്ച് കട്ട് ചെയ്ത് കളയാം. ഇല്ലെങ്കിൽ ഇതിനെ വേരോടെ നമുക്ക് പിഴുത് കളയാം. ഓരോ സമയവും അതിനെ ഇങ്ങനെ പിഴുത് നമുക്ക് കളയാനായിട്ട് സാധിക്കും. ദിസ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കുർപ്പി. ഇത് കുർപ്പി എന്ന് പറയുന്ന ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്കിത് ചെയ്യുവാനായിട്ട് സാധിക്കും. എ സീഡ് ഡ്രിൽ ഈസ് ഓൾസോ യൂസ് ടു അപ്രൂട്ട് വീഡ്സ്. ഒരു സീഡ് ഡ്രിൽ ഉപയോഗിച്ചും നമുക്ക് ഈ വീഡ്സിനെ അപ്രൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വീഡ്സ് ആർ ഓൾസോ കൺട്രോൾഡ് ബൈ യൂസിങ് സെർട്ടൈൻ കെമിക്കൽസ് കോൾഡ് വീഡിസൈഡ്സ്. ഈ വീഡ്സിനെ നമുക്ക് കെമിക്കൽ യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ആ കെമിക്കലിന് പറയുന്ന പേരാണ് വീഡിസൈഡ്സ്. ലൈക്ക് 2,4-D. അതിൻ്റെ 2,4-D എന്ന് പറയുന്നത് ഒരു വീഡിസൈഡാണ്. ദീസ് ആർ സ്പ്രേഡ് ഇൻ ദ ഫീൽഡ് ടു കിൽ ദ വീഡ്സ്. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഫീൽഡിൽ സ്പ്രേ ചെയ്യും. വീഡ്സിനെ കില്ല് ചെയ്യാൻ വേണ്ടി നമ്മളിതിനെ സ്പ്രേ ചെയ്യും. ദേ ഡു നോട്ട് ഡാമേജ് ദ ക്രോപ്പ്. ഈ നമ്മൾ അടിക്കുന്ന ഈ കെമിക്കൽ അല്ലെങ്കിൽ വീഡിസൈഡ് വീടിനെ മാത്രമേ നശിപ്പിച്ച് കളയത്തുള്ളൂ, വീഡ്സിനെ മാത്രമേ നശിപ്പിക്കത്തുള്ളൂ. ഇത് ക്രോപ്പിന് ഡാമേജ് ഒന്നും വരുത്തത്തില്ല. ദ വീഡിസൈഡ്സ് ആർ ഡൈല്യൂട്ടഡ് വിത്ത് വാട്ടർ ടു ദി എക്സ്റ്റെൻഡ് റിക്വയർ ആൻഡ് സ്പ്രേഡ് ഇൻ ദ ഫീൽഡ് വിത്ത് എ സ്പ്രെയർ. ഈ വീഡിസൈഡ് വാട്ടറുമായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇതിനെ ഒരു സ്പ്രെയർ ഉപയോഗിച്ച് ഫീൽഡിൽ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് കേട്ടോ. ഫാർമർ ഇത് വീഡിസൈഡ് സ്പ്രേ ചെയ്യുന്ന ഒരു പിക്ചർ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ആസ് ഓൾറെഡി മെൻഷൻഡ്, ദ വീഡിസൈഡ്സ് ആർ സ്പ്രേഡ് ഡ്യൂറിങ് ദ വെജിറ്റേറ്റീവ് ഗ്രോത്ത് ഓഫ് വീഡ്സ് ബിഫോർ ഫ്ലവറിങ് ആൻഡ് സീഡ് ഫോർമേഷൻ.
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിസൈഡ് സ്പ്രേ ചെയ്യുന്നത് ഈ വീഡ്സിൻ്റെ ഫ്ലവറിങ്ങിനും അതിൻ്റെ സീഡ് ഫോർമേഷനും ഒക്കെ മുൻപായിരിക്കണം. സ്പ്രേയിങ് ഓഫ് വീഡിസൈഡ്സ് മേ അഫക്റ്റ് ദി ഹെൽത്ത് ഓഫ് ഫാർമേഴ്സ്. ഈ വീഡിസൈഡിൻ്റെ സ്പ്രേയിങ് എന്ന് പറയുന്നത് ഫാർമേഴ്സിൻ്റെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. So they should use these chemicals very carefully. They should cover their nose and mouth with a piece of cloth during spraying of these chemicals. അപ്പോൾ ഈ കെമിക്കൽ വളരെ കെയർഫുള്ളായിട്ട് വേണം ഫാർമേഴ്സ് യൂസ് ചെയ്യാനായിട്ട്. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നോസിലും മൗത്തിലും ഒക്കെ ഒരു പീസ് ഓഫ് ക്ലോത്ത് കൊണ്ട് കവർ ചെയ്തിട്ട് വേണം ഈ കെമിക്കൽ സ്പ്രേ ചെയ്യുവാനായിട്ട്. ഇനി നമുക്ക് ഇതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാമേ. First question, what is the name of the undesirable plants that grow among the crops? Answer, weeds. Next question, name the chemicals that are used to remove weeds. Answer, weedicides. Next question, what are weedicides? Give one example. Answer, weedicides are the chemicals that are used to remove weeds. Example, 2,4-D. Next question, what do you mean by weeding? Why the process of weeding necessary? Name the methods applied for weeding. അപ്പോൾ ആദ്യം നമുക്ക് വീഡിങ് എന്താണെന്ന് നോക്കാം. The undesirable plants that grow among the crops are called weeds. The process of removing these weeds is known as weeding. Next, why the process of weeding necessary? അതിൻ്റെ ആൻസർ എന്താ? Weeds compete with the crop plants for nutrients and space. They grow much rapidly than the crop plant, so weeding is necessary. Methods applied for weeding are as follows. Manual method. Manual method of removing weeds is the most time consuming method. In this system, weeds are controlled by hand pulling, digging, etc. by using certain implements like kurpi, hoe, etc. അടുത്ത മെത്തേഡാണ് കെമിക്കൽ മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് കെമിക്കൽസ് കോൾഡ് വീഡിസൈഡ്സ് ആർ യൂസ് ടു റിമൂവ് വീഡ്സ്. എക്സാമ്പിൾ 2,4-D. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹാർവെസ്റ്റിംഗ് എന്താണെന്നുള്ളതാണ് കേട്ടോ. ഹാർവെസ്റ്റിംഗ് ഓഫ് എ ക്രോപ്പ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. ദ കട്ടിംഗ് ഓഫ് ക്രോപ്പ് ആഫ്റ്റർ ഇറ്റ് ഈസ് മച്ചുർ ഈസ് കോൾഡ് ഹാർവെസ്റ്റിംഗ്. ഹാർവെസ്റ്റിംഗ് ഓഫ് ക്രോപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അത് നമ്മൾ ക്രോപ്പ് മച്ചുറായി കഴിയുമ്പോൾ, അതായത് നല്ലതുപോലെ വിളഞ്ഞ് പാകമായി കഴിയുമ്പോൾ നമ്മളതിനെ കട്ട് ചെയ്തെടുക്കുന്നതിനെയാണ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇൻ ഹാർവെസ്റ്റിംഗ് ക്രോപ്സ് ആർ പുൾഡ് ഔട്ട് ഓർ കട്ട് ക്ലോസ് ടു ദ ഗ്രൗണ്ട്. ഹാർവെസ്റ്റിങ്ങിൽ ഒന്നെങ്കിൽ നമ്മൾ ഈ ക്രോപ്പിനെ പുൾഡ് ഔട്ട് ചെയ്തെടുക്കും, അതായത് ഇങ്ങനെ വലിച്ച് അതിനെ ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ പറിച്ചെടുക്കും, ഇല്ലെങ്കിൽ ഗ്രൗണ്ടിനോട് ചേർത്ത് വെച്ച് അതിനെ കട്ട് ചെയ്തെടുക്കും. ഇറ്റ് യൂഷ്വലി ടേക്സ് 3 to 4 months ഫോർ എ സീരിയൽ ക്രോപ്പ് ടു മച്ചുർ. 3 to 4 മാസം വരെയാണ് ഒരു സീരിയൽ ക്രോപ്പ് മച്ചുർ ആകാൻ വേണ്ടി ടൈം എടുക്കുന്നത്. ഹാർവെസ്റ്റിംഗ് ഇൻ അവർ കൺട്രി ഈസ് ഐദർ ഡൺ മാനുവലി ബൈ സിക്കിൾ ഓർ ബൈ എ മെഷീൻ കോൾഡ് ഹാർവെസ്റ്റർ. ഹാർവെസ്റ്റിംഗ് നമുക്ക് 2 രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന് മാനുവലി, മറ്റൊന്ന് മെഷീൻ ഉപയോഗിച്ചിട്ടും. മാനുവലി ചെയ്യുന്ന ഉടനെ നമ്മൾ സിക്കിൾ ഉപയോഗിച്ചിട്ടാണ് ഹാർവെസ്റ്റിംഗ് ചെയ്യുന്നത്. സിക്കിൾ എന്താണെന്ന് അറിയാമോ? സിക്കിൾ ഈസ് എ ഷോർട്ട് ഹാൻഡിൽഡ് ഫാമിംഗ് ടൂൾ വിത്ത് എ സെമി സർക്കിൾ ബ്ലേഡ്. ഒരു ചെറിയ ഹാൻഡിലുള്ള ഒരു ടൂളാണ്. അതിൻ്റെ ബ്ലേഡ് സെമി സർക്കിളായിരിക്കും. അതിൻ്റെ പിക്ചർ ഞാനിവിടെ തന്നിട്ടുണ്ട്, കണ്ടോ? ഇങ്ങനെ ഉള്ള ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് മാനുവലി നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. In the harvested crop, the grain seeds need to be separated from the chaff. This process is called threshing. അപ്പോൾ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഗ്രെയിൻ സീഡിൽ നിന്ന് ചാഫ് സെപ്പറേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചാഫ് എന്ന് വെച്ചാൽ എന്താണ്? മലയാളത്തിൽ അതിന് പതിരെന്ന് പറയും. അത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്, വേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്രെയിൻസിൽ നിന്ന് ഈ പതിര് നമുക്ക് വേർതിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ ആ വേർതിരിക്കുന്ന പ്രോസസ്സിനെയാണ് ത്രഷിംഗ് എന്ന് പറയുന്നത്. This is carried out with the help of a machine called combine, which is in fact a combined harvester and thresher. അപ്പോൾ ഈ ത്രഷിങ് നമ്മൾ ചെയ്യുന്നത് ഒരു മെഷീൻ്റെ സഹായത്തോടു കൂടിയാണ്. കമ്പൈൻ എന്ന് പറയുന്ന ഒരു മെഷീൻ്റെ സഹായത്തോടു കൂടിയാണ്. വാസ്തവത്തിൽ ഇത് ഒരു ഹാർവെസ്റ്ററും ഒരു ത്രഷറും കൂടിയാണ് ഈ മെഷീന്. ഇതുകൊണ്ട് നമുക്ക് കൊയ്യുവാനും അതേപോലെ തന്നെ ഗ്രെയിനിനെയും ചാഫിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുവാനും ഈ മെഷീൻ കൊണ്ട് സാധിക്കും.
Farmers with a small holding of land do the separation of grain and chaff by winnowing. അപ്പോൾ കുറച്ച് സ്ഥലമുള്ള ഫാർമേഴ്സൊക്കെ ഗ്രെയിനിനെയും ചാഫിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വിന്നോവിങ് എന്ന് പറയുന്ന മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ 6th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് വിന്നോവിങ് എന്താണെന്നല്ലേ. എന്താണ് വിന്നോവിങ്? എയർ ഉപയോഗിച്ച്, അതായത് അല്ലെങ്കിൽ കാറ്റ് ഉപയോഗിച്ചിട്ട് ഈ ഗ്രെയിൻ സീഡിനെയും ചാഫിനെയും തമ്മിൽ വേർതിരിച്ചെടുക്കുന്ന മെത്തേഡിനാണ് വിന്നോവിങ് എന്ന് പറയുന്നത്. കാറ്റടിപ്പിച്ച് കൊടുത്തിട്ട് ഒരു മുറത്തിൽ ഈ സീഡ് വാരി ഇങ്ങനെ മേളിൽ നിന്ന് താഴേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ കാറ്റടിക്കുന്ന ഉടനെ അതിൽ നിന്ന് ഈ ചാഫെല്ലാം ദൂരെ പറന്നു പോകും, ഗ്രെയിൻ സീഡ് മാത്രം താഴേക്ക് വീഴും. അങ്ങനെ വേർതിരിച്ചെടുക്കുന്നതാണ് വിന്നോവിങ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽസിനെ കുറിച്ചാണ് കേട്ടോ. ആഫ്റ്റർ 3 or 4 months ഓഫ് ഹാർഡ് വർക്ക് ദർ കംസ് ദ ഡേ ഓഫ് ദി ഹാർവസ്റ്റ്. ദ സൈറ്റ് ഓഫ് ഗോൾഡൻ ഫീൽഡ്സ് ഓഫ് സ്റ്റാൻഡിംഗ് ക്രോപ്പ് ലാഡൻ വിത്ത് ഗ്രെയിൻ ഫിൽസ് ദ ഹാർട്ട്സ് ഓഫ് ഫാർമേഴ്സ് വിത്ത് ജോയ് ആൻഡ് എ സെൻസ് ഓഫ് വെൽ ബീയിങ്. അപ്പോൾ 3-4 മാസമായിട്ട് ഈ ഫാർമേഴ്സ് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇതിൻ്റെ സോയിലെല്ലാം പ്രിപ്പയർ ചെയ്ത് അതിൽ സീഡ് നട്ട് പിന്നെ അതിനെ ഇറിഗേഷൻ കൊടുത്ത് അതിലിങ്ങനെ എന്ത് ചെയ്യും, അവർ മാനുവറും ഫെർട്ടിലൈസറൊക്കെ ആഡ് ചെയ്ത് അതിങ്ങനെ വളർന്നു വരുന്നതൊക്കെ ഇങ്ങനെ നോക്കി അവർ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് ഇതിൽ സീഡൊക്കെ ഉണ്ടായി അത് മച്ചുറായി അത് ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേന് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. എന്തുകൊണ്ടാണ്? അവർ ഈ 3-4 മാസം ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവർക്കതിൻ്റെ ആ ഒരു ഈൽഡ് കിട്ടുന്ന ഉടനെ അവർക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു സമയമാണ് അല്ലേ. ദ എഫേർട്സ് ഓഫ് ദി പാസ്റ്റ് സീസൺ ഹാവ് ബോൺ ഫ്രൂട്ട് ആൻഡ് ഇറ്റ് ഈസ് ടൈം ടു റിലാക്സ് ആൻഡ് എൻജോയ് എ ലിറ്റിൽ. ദ പീരീഡ് ഓഫ് ഹാർവസ്റ്റ് ഈസ് ദസ് ഓഫ് ഗ്രേറ്റ് ജോയ് ആൻഡ് ഹാപ്പിനെസ് ഇൻ ഓൾ പാർട്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ ഹാർവസ്റ്റിൻ്റെ സമയത്ത് അവർക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ. ഇന്ത്യയിലെ എല്ലാ പാർട്സിലുള്ള ഫാർമേഴ്സിനും ഈ സമയം റിലാക്സ് ചെയ്യാനും എൻജോയ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സമയമാണ്. മെൻ ആൻഡ് വുമൺ സെലിബ്രേറ്റ് ഇറ്റ് വിത്ത് ഗ്രേറ്റ് എന്തൂസിയാസം. പുരുഷന്മാരും സ്ത്രീകളും എല്ലാം വളരെ ഉത്സാഹത്തോടു കൂടി ഈ ഒരു സമയം സെലിബ്രേറ്റ് ചെയ്യും. സ്പെഷ്യൽ ഫെസ്റ്റിവൽസ് അസോസിയേറ്റഡ് വിത്ത് ദ ഹാർവസ്റ്റ് സീസൺ ആർ പൊങ്കൽ, ബൈസാഖി, ഹോളി, ദിവാലി, നബന്യ ആൻഡ് ബിഹു. ഇന്ത്യയിലെ തന്നെ ഓരോ സ്റ്റേറ്റിലും അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഓരോ ഫെസ്റ്റിവൽസിൻ്റെ പേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റോറേജ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഹാർവസ്റ്റ് ചെയ്തെടുത്ത ഈ ഗ്രെയിൻ സീഡൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട അത്യാവശ്യമാണല്ലേ. അപ്പോൾ സ്റ്റോറേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്റ്റോറേജ് ഓഫ് പ്രൊഡ്യൂസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. ഹാർവസ്റ്റിംഗ് പോലെ തന്നെ സ്റ്റോറേജും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. ഇഫ് ദ ക്രോപ്പ് ഗ്രെയിൻസ് ആർ ടു ബി കെപ്റ്റ് ഫോർ ലോങ്ങർ ടൈം ദേ ഷുഡ് ബി സേഫ് ഫ്രം മോയ്സ്ചർ, ഇൻസെക്ട്സ്, റാറ്റ്സ് ആൻഡ് മൈക്രോ ഓർഗാനിസം. ഈ ക്രോപ്പ് ഗ്രെയിൻസ് വളരെ നാളത്തേനാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ മോയ്സ്ചറിൽ നിന്നും ഇൻസെക്റ്റിൽ നിന്നും റാറ്റിൽ നിന്നും മൈക്രോ ഓർഗാനിസത്തിൽ നിന്നും എല്ലാം സേഫായിട്ട് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ദ ഫ്രഷ് ക്രോപ്പ് ഹാസ് മോർ മോയ്സ്ചർ. അപ്പോൾ ഫ്രഷായിട്ടുള്ള ക്രോപ്സിൽ ഒത്തിരി മോയ്സ്ചറുണ്ട്. ഈ ഫ്രഷ്ലി ഹാർവസ്റ്റഡ് ഗ്രെയിൻസ് ആർ സ്റ്റോർഡ് വിത്തൗട്ട് drying, they may get spoiled or attacked by organism losing their germination capacity. അപ്പോൾ നമ്മൾ ഫ്രഷ്ലി ആയിട്ട് ഹാർവസ്റ്റ് ചെയ്ത ഈ ഗ്രെയിൻസ് ഉണക്കാതെ നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഓർഗാനിസംസ് അറ്റാക്ക് ചെയ്യുവാനും സാധ്യതയുണ്ട്. അതിൻ്റെ ജെർമിനേഷൻ കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോകും. Hence, before storing them, the grains are properly dried in the sun to reduce the moisture in them. അപ്പോൾ നമ്മളിത് സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പ് ഇത് സൂര്യപ്രകാശത്തിൽ എന്ത് ചെയ്യും, നല്ലതുപോലെ ഉണക്കി ഇതിൻ്റെ മോയ്സ്ചറിനെ റെഡ്യൂസ് ചെയ്യും. റെഡ്യൂസ് ചെയ്തതിന് ശേഷമാണ് ഇതിനെ സ്റ്റോർ ചെയ്യുന്നത്. This prevents the attack by insects, pests, bacteria and fungi. അപ്പോൾ ഈ ഗ്രെയിൻ സീഡ് ഇങ്ങനെ ഉണക്കി സൂക്ഷിക്കുന്നത് കൊണ്ട് ബാക്ടീരിയയുടെയും ഫംഗസിൻ്റെയും ഒക്കെ അറ്റാക്കിൽ നിന്ന് അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫാർമേഴ്സ് സ്റ്റോർ ഗ്രെയിൻസ് ഇൻ ജൂട്ട് ബാഗ് ഓർ മെറ്റാലിക് ബിൻസ്. അപ്പോൾ ഫാർമേഴ്സ് ജൂട്ട് ബാഗിലും മെറ്റാലിക് ബിൻസിലൊക്കെ ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കും. However, large scale storage of grains is done in silos and granaries to protect them from pests like rat and insects. ഇനി ഒത്തിരി ഗ്രെയിൻസൊക്കെ സ്റ്റോർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ റാറ്റ്സിൽ നിന്നും ഇൻസെക്ട്സിൽ നിന്നും ഒക്കെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഫാർമേഴ്സ് അതിനെ സിലോസിലും ഗ്രാനറീസിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. സിലോസ് എന്ന് വെച്ചാൽ എന്താണ്? എ ടോൾ ടവർ. ഇവിടെ ഞാൻ പിക്ചർ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? ഇതിനെയാണ് സിലോസ് എന്ന് പറയുന്നത്. ഗ്രാനറീസ് എന്ന് വെച്ചാൽ എ സ്റ്റോർ ഹൗസ് ഫോർ ത്രഷ്ഡ് ഗ്രെയിൻ. ഈ ഗ്രെയിൻസിനെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സ്റ്റോർ ഹൗസിനെയാണ് ഗ്രാനറീസ് എന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെയും പിക്ചർ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ.
Dried neem leaves are used for storing food grains at home. നമ്മൾ ഫുഡ് ഗ്രെയിൻസ് നമ്മുടെ വീടുകളിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ഉണങ്ങിയ നീം ലീവ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. For storing large quantities of grains in big godowns, specific chemical treatments are required to protect them from pests and microorganisms. ഇനി ഒത്തിരി ക്വാണ്ടിറ്റിയിലുള്ള ഗ്രെയിൻസ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ബിഗ് ഗോഡൗൺസിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് അതിനാവശ്യമാണ്. എന്തിനു വേണ്ടിയാണ്? ഇല്ലെങ്കിൽ അതിൽ മൈക്രോ ഓർഗാനിസംസും പെസ്റ്റുമൊക്കെ അതിനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഈ ഗ്രെയിൻസ് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് ഗോഡൗൺസുകളിൽ ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അല്ലെങ്കിൽ അതിൽ പൂപ്പലുമൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഫുഡ് ഫ്രം ആനിമൽസിൽ നിന്ന് കിട്ടുന്ന ഫുഡ്സിനെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കുന്നത്. നോക്കി, ഇവിടെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ ഫുഡും സോഴ്സസും തന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഫുഡ് മിൽക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെ സോഴ്സസ് ആണ്? കൗ, ബഫല്ലോ, ഷീ ഗോഡ്, ഷീ ക്യാമൽ, ഇതിൽ നിന്നൊക്കെയാണ് മിൽക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ നമുക്കിവിടെ താഴോട്ടുള്ള കോളംസും ഫില്ല് ചെയ്യാം. After completing this table, you must have seen that, like plants, animal also provide us with different kinds of food. അപ്പോൾ ഈ ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? പ്ലാന്റ്സിനെ പോലെ തന്നെ ആനിമൽസ് നമുക്ക് പലതരത്തിലുള്ള ഫുഡ്സ് നമുക്ക് നൽകുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മെനി പീപ്പിൾ ലിവിങ് ഇൻ ദ കോസ്റ്റൽ ഏരിയാസ് കൺസ്യൂം ഫിഷ് ആസ് എ മേജർ പാർട്ട് ഓഫ് ദെയർ ഡയറ്റ്. അപ്പോൾ കോസ്റ്റൽ ഏരിയയിൽ താമസിക്കുന്ന ആളുകളൊക്കെ അവരുടെ ഡയറ്റിൻ്റെ കൂടെ ഫിഷും ഒരു മേജർ പാർട്ടായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. In the previous classes, you have learned about the food that we obtain from plants. We have just seen that the process of crop production involves a number of steps like selection of seeds, sowing, etc. Similarly, animals reared at home or in farms have to be provided with the proper food, shelter and care. When this is done on a large scale, it is called animal husbandry. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫുഡിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ നമ്മൾ ക്രോപ്പ് പ്രൊഡക്ഷൻ്റെ പ്രോസസ്സിനെ കുറിച്ചൊക്കെ നമ്മൾ നോക്കി. എന്തൊക്കെയായിരുന്നു? സെലക്ഷൻ ഓഫ് സീഡ്, സോവിങ്, എക്സെട്ര, ഇതൊക്കെ നമ്മൾ നോക്കി അല്ലേ? അതേപോലെ തന്നെ ആനിമൽസിനെയും നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഫുഡും ഷെൽട്ടറും കെയറും ഒക്കെ കൊടുത്ത് നമ്മുടെ വീടുകളിലും ഫാമുകളിലൊക്കെ നമ്മൾ വളർത്താറുണ്ടല്ലേ? ഇത് നമ്മൾ ലാർജ് സ്കെയിലിൽ ചെയ്യുന്നതിനെയാണ് ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്നത്. അതായത് വളരെയധികം ആനിമൽസിനെ നമ്മൾ അങ്ങനെ ഫുഡും ഷെൽട്ടറും കെയറും ഒക്കെ കൊടുത്ത് നമ്മൾ വളർത്തുന്നതിനെയാണ് ആനിമൽ ഹസ്ബൻഡറി എന്ന് നമ്മൾ പറയുന്നത്. ഫിഷ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. വി ഗെറ്റ് കോഡ് ലിവർ ഓയിൽ ഫ്രം ഫിഷ് വിച്ച് ഈസ് റിച്ച് ഇൻ വൈറ്റമിൻ ഡി. അപ്പോൾ ഫിഷ് വളരെ നല്ലൊരു നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലൊരു ഫുഡാണ് ഫിഷ്. ഫിഷിൽ നിന്ന് നമുക്ക് കോഡ് ലിവർ ഓയിൽ നമുക്ക് കിട്ടും അല്ലേ? ആ കോഡ് ലിവർ ഓയിൽ വൈറ്റമിൻ ഡി കൊണ്ട് റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ്. ഇനി നമുക്ക് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ത്രഷിംഗ്? ആൻസർ, സെപ്പറേഷൻ ഓഫ് ദി ഗ്രെയിൻസ് ഫ്രം ദ chaff ഈസ് കോൾഡ് ത്രഷിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ആർ ഗ്രെയിൻസ് stored at home? Answer, dried neem leaves are used for storing food grains at home. Next question, what is harvesting? Answer, harvesting is the cutting of the mature crop manually or by machines. Next question, why proper storage of crop products is important? Answer, proper storage of crop products is important to prevent them from spoilage. Next question, what are the benefits of eating fish? Fish is good for health. We get cod liver oil from fish which is rich in vitamin D. Next question, how is harvesting done in India? Answer, harvesting in our country is either done manually by sickle or by a machine called harvester. Next question, what is winnowing? Answer, after threshing, grains are separated from chaff with the help of wind. This process is called winnowing. Next question, list some festivals that are associated with the harvest season. Answer, special festivals associated with the harvest season are Pongal, Baisakhi, Holi, Diwali, Nabanya and Bihu. Next question, how are grains stored in godowns? Answer, for storing large quantities of grains in big godowns, specific chemical treatments are required to protect them from pests and microorganisms.
Next question, what is animal husbandry? Answer, animal reared at home or in farms have to be provided with the proper food, shelter and care. When this is done on a large scale, it is called animal husbandry. Next question, what precaution should be taken while spraying weedicides and why? Answer, spraying of weedicides may affect the health of farmers, so they should use these chemicals very carefully. They should cover their nose and mouth with a piece of cloth during spraying of these chemicals. Next question, why is it necessary to dry the harvested food grains before storage? Answer, the fresh crop has more moisture. If freshly harvested grains are stored without drying, they may get spoiled or attacked by organisms, losing their germination capacity. Hence, before storing them, the grains are properly dried in the sun to reduce the moisture in them. This prevents the attack by insects, pests, ബാക്ടീരിയ ആൻഡ് ഫംഗൈ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഫുള്ള് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്ററുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാപ്റ്റർ ഫുള്ളായിട്ട് കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.